ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, ആമേൻ, മടങ്ങി വരുന്നു, ആമേൻ, പിതാവിൽ നിന്ന് ആമേൻ തനിക്ക് ആൻസർ ഒന്നും ലഭിക്കുന്നില്ല. ഒറ്റ പ്രാർത്ഥന, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നൊന്നും നീക്കണമേ. തനിക്ക് സഹിക്കാൻ കഴിയാതെ വണ്ണം ഈ പ്രതിസന്ധി തനിക്കെതിരെ വന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഒരു മറുപടിയും ഉണ്ടായില്ല. പിതാവ് തന്നോടൊന്നും സംസാരിച്ചില്ല. താൻ മടങ്ങി വരുമ്പോൾ ഉറങ്ങുന്നതായ ശിഷ്യന്മാരെയാണ് കണ്ടത്. ആമേൻ. ആദ്യം പ്രാർത്ഥിച്ചു, കർത്താവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു മറുപടി ഉണ്ടായില്ല. ആമേൻ. ചില പ്രാർത്ഥനകൾ അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടാകണമെന്നില്ല. ആമേൻ. ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നത് വരെ, ദൈവത്തിൽ നിന്ന് മറുപടി ഉണ്ടാകുന്നത് വരെ നാം എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ആമേൻ. ചിലത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണെങ്കിൽ, ആമേൻ, നാം അതിലൂടെ കടന്നു പോയേ പറ്റൂ. ആമേൻ. ക്രൂശീകരണം എന്നുള്ളത് ആമേൻ പിതാവാം ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥന ആമേൻ പിതാവ് കേട്ടില്ല, അല്ലെങ്കിൽ അതിന് യാതൊരു മറുപടിയും ഉണ്ടായില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അകത്ത് ആമേൻ യേശു ആമേൻ ഉറച്ച നിലവിളിയോടും ആമേൻ അവൻ അഭയയാചന കഴിച്ചെന്ന് പറഞ്ഞു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഉത്തരം ലഭിച്ചത്? ആമേൻ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ആമേൻ ഉറച്ച നിലവിളിയോടുകൂടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥന നിലവിളിയോടെയാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയിൽ പിതാവിൽ നിന്ന് മറുപടികൾ ഒന്നും ആമൻ തന്നെ ഉണ്ടായില്ല. ആദ്യ പ്രാവശ്യങ്ങളിൽ ആമൻ വീണ്ടും പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളും പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഒന്ന് മാറ്റണം കർത്താവേ, ഇതൊന്നും നീക്കണം കർത്താവേ, ഇങ്ങനൊരു സാഹചര്യം കൊണ്ട് പോകാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല കർത്താവേ എന്ന് പറയുന്ന ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, ചില കാര്യങ്ങളിലൂടെ കടന്നു പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതങ്ങനെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വരും. ആമേൻ. പൗലോസിനെ കുറിച്ച് അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ, ഇതാരുടെ അരക്കച്ചയാണ്? ഈ അരക്കച്ചയുടെ ഉടമയായ മനുഷ്യൻ ആമേൻ യെരൂശലേമിൽ ബന്ധിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എല്ലാവരും അതിദുഃഖത്തിലായി തീരുമ്പോൾ ആമേൻ പൗലോസ് വന്നു കഴിഞ്ഞു. പൗലോസിനോട് ഈ കാര്യം ആവർത്തിക്കപ്പെടുമ്പോൾ പൗലോസ് പറയുകയാണ്, യെരൂശലേമിൽ ബന്ധിക്കപ്പെടാനല്ല, കർത്താവിന് വേണ്ടി മരിക്കാനും ഞാൻ ആമേൻ തയ്യാറാണ്. അത് മാത്രമല്ല, ഞാൻ റോമിലും നിൽക്കേണ്ടതാണ്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരുവൻ അറിയാം, ആമേൻ, മരണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിലും വലിയ വെല്ലുവിളിയൊന്നും മനുഷ്യനുണ്ടാകുന്നില്ല. ആമേൻ. ബന്ധിക്കപ്പെടാനല്ല, ഇനി മരിക്കാനും ഞാൻ തയ്യാറാണ്. ആമേൻ. അപ്പോസ്തലൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങൾ മാറുന്നില്ലെങ്കിൽ, മറുപടിയില്ലെങ്കിൽ അതിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഭാരപ്പെടരുത്. കാരണം ദൈവത്തിന് ആ വിഷയത്തിൻ്റെ അകത്ത് വ്യക്തമായ ചില പ്ലാനുകളുണ്ട്.